മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിന് നമ്മളതിൻ്റെ വണ്ടി ഫുള്ളായിട്ടൊന്ന് അയച്ച് വാഷിങ്ങിനാണ് ആദ്യം കൊടുത്തിരുന്നത്. അതിൽ ചെയിൻ കവർ, അതുപോലെ 2 സൈഡ് കവർ, സീറ്റൊക്കെ ഫുള്ളായിട്ടൊന്ന് അയച്ച് ചെയിനൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വർക്കിന് കയറ്റുന്നു. ഫുള്ളായിട്ടൊന്ന് അയച്ച് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജന സർവീസായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിലെ ബ്രേക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ അതിൻ്റെ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു. ചെയിനും ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയിൻ ലൂസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് ഉണ്ട്. ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്ത് ഒന്ന് റീസെറ്റ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ഇരിക്കുന്നത് നമുക്ക് ആംറോണിൻ്റെ ബാറ്ററിയാണ്. ഈ 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.92 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ, ബാറ്ററി ടെസ്റ്റ് ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വെട്ടലിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നു. വെട്ടലിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാണിക്കുന്നത് അതിൻ്റെ ഈ ടയറാണ്. ടയർ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഹാൻഡിലിൻ്റെ ബെയറിങ്, ഹാൻഡിലിൻ്റെ ഈ സൈഡ് വരുന്ന ബെയറിങ് വരുന്നുണ്ട്. ബോൾ റേസർ, കോൺസെറ്റ് എന്നൊക്കെ പറയും. അതും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൽ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. ഹാൻഡിലൊരു ടൈറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടയറും ആദ്യം ഈ കോൺസെപ്റ്റും മാറ്റിയിട്ട് വേണം നമുക്ക് ടയർ മാറാം. ടയർ മാത്രം മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് മാറില്ല. ആ കോൺസെപ്റ്റും അതുപോലെ ടയറും രണ്ടും ഒരുമിച്ചാണ് മാറേണ്ടതാണ്. എന്നാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളത്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ വെട്ടൽ മാറുള്ളൂ. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഡിസ്ക് പാഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ബൾബ് കത്തുന്നില്ല. പിന്നെ അതുപോലെ ഈ ഹെഡ്ലൈറ്റിൽ ചെയ്യുന്ന സൗണ്ട് വ്യത്യാസം അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ ഒരു മൈലേജിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. വീണ്ടും റിപ്പീറ്റ് ആ മൈലേജിൻ്റെ പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ 25,000 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഒരു റീകാർബണേഷൻ പറയും. ഹെഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ കാർബൺ ക്ലീൻ ചെയ്യും. വാൽവിൻ്റെ ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ കരി കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ ശരിക്കും പറഞ്ഞത്. തൽക്കാലം നമുക്ക് ഈ വർക്ക് ചെയ്ത് നോക്കാം. വീണ്ടും മൈലേജിൻ്റെ പ്രോബ്ലം കാണിക്കുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരും. ഏകദേശം നമുക്കൊരു 49,000 കിലോമീറ്ററോളം ഓടിയുണ്ട്. 25,000 കിലോമീറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് വർക്കാണ്. കാരണം നമുക്ക് ഈ ജന സർവീസായിട്ടത് ചെയ്തു പോകാം. നമുക്ക് വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഡീകാർബണേഷൻ ഒന്ന് ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ നിലവിൽ വരുന്ന വർക്കില്ല, ഒരു എസ്റ്റിമേറ്റും കൂടി പറയാം. ആ വെട്ടലിൻ്റെ കംപ്ലൈൻറ്റ് മാറണമെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് മാറിക്കഴിഞ്ഞാൽ ടയർ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആവുള്ളൂ. അത് കോൺസെപ്റ്റ് ടയർ ചെയ്യുന്നുണ്ടെങ്കിൽ വേണ്ടി നാളേക്കാവും. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കിയിട്ടൊന്ന് പറയണം. ഓക്കെ.